നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കാർ. ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് സ്ഥാനമൊഴിഞ്ഞു. ഗുരുദേവൻ ഗാന്ധിജി സമാഗമ ശതാബ്ദി ആഘോഷം ഇന്ന് കൊല്ലത്ത്. അർജുൻ ടെണ്ടുൽക്കർ വിവാഹിതനായി. ഡോക്ടർ വിജു ജേക്കബിന് SFBCK പുരസ്കാരം. കേരളം നെക്സ്റ്റ് കോൺക്ലേവ് നാളെ. സ്കൂൾ കുട്ടികളിലടക്കം വദനാർബുദം കൂടുന്നു. ഡെന്റൽ അസോസിയേഷൻ. ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് സ്ഥാനമൊഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിൽ ഗവർണർ CV ആനന്ദ ബോസ് അപ്രതീക്ഷിതമായി രാജിവെച്ചു. ഗവർണർമാർക്കിടയിൽ കേന്ദ്ര സർക്കാർ നടത്തിയ വ്യാപക അഴിച്ചുപണിയിൽ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സ്ഥാനം നഷ്ടപ്പെട്ടു. തമിഴ്നാട് ഗവർണർ RN രവിയാണ് പുതിയ ബംഗാൾ ഗവർണർ. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് തമിഴ്നാടിന്റെ അധിക ചുമതല നൽകി. ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അത്ത ഹസ്നെയാണ് പുതിയ ബീഹാർ ഗവർണർ. ഹിമാചൽ പ്രദേശ് ഗവർണർ ശിവപ്രതാപ് ശുക്ലയെ തെലങ്കാനയിലേക്കും തെലങ്കാന ഗവർണർ ജിഷ്ണുദേവ് വർമ്മയെ മഹാരാഷ്ട്രയിലേക്കും ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്തയെ ഹിമാചൽ പ്രദേശിലേക്കും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സനയെ ലഡാക്കിലേക്കും മാറ്റി. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായി തരൺജിത് സിംഗ് സന്ധുവിനെയും നാഗാലാൻഡ് ഗവർണറായി നന്ദികിഷോർ യാദവിനെയും. ഗുരുദേവൻ ഗാന്ധിജി സമാഗമ ശതാബ്ദി ആഘോഷം ഇന്ന് കൊല്ലത്ത്. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ശിവഗിരി മഠവും കോൺഗ്രസിനു കീഴിലുള്ള രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടി രാഹുൽ ഗാന്ധി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ആശ്രാമം മൈതാനത്ത് രാവിലെ 11 നടക്കുന്ന പരിപാടിയിൽ ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രസംഗിക്കും. ശിവഗിരി മഠം സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ, വിവിധ മതമേലധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും. പയ്യന്നൂരിൽ നിന്ന് സജീവ് ജോസഫ് MLA നയിച്ച ഛായാചിത്ര ഘോഷയാത്ര, ശിവഗിരിയിൽ നിന്ന് രാജേഷ് അമ്പലപ്പുഴ നയിച്ച ദീപശിഖ പ്രയാണം, വൈക്കത്ത് നിന്ന് ആനന്ദ് K ഉദയന്റെ നേതൃത്വത്തിലുള്ള കൊടിമര ഘോഷയാത്ര എന്നിവയ്ക്ക് ഇന്നലെ വൈകിട്ട് ചിന്നക്കടയിൽ സ്വീകരണം നൽകി. അടൂർ പ്രകാശ് MP, AICC സെക്രട്ടറിമാരായ PV മോഹൻ, BM സന്ദീപ്, DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. അടൂർ പ്രകാശ്, സ്വാമി ജ്ഞാനതീർത്ഥ, PV മോഹൻ എന്നിവരുൾപ്പെടുന്ന സമിതിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. അർജുൻ ടെണ്ടുൽക്കർ വിവാഹിതനായി. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനും ക്രിക്കറ്റ് താരവുമായ അർജുൻ ടെണ്ടുൽക്കർ വിവാഹിതനായി. സംരംഭകയായ സാനിയ ചാന്തോക്കാണ് വധു. ഇന്ത്യ അണ്ടർ-19 ടീമിന്റെ ഭാഗമായിരുന്ന അർജുൻ നിലവിൽ IPLൽ ലക്നൗ സൂപ്പർ ജയൻസിലും ആഭ്യന്തര ക്രിക്കറ്റിൽ ഗോവയിലും അംഗമാണ്. വ്യവസായ പ്രമുഖൻ രവി ഖായയുടെ ചെറുമകളാണ് സാനിയ. ഇന്നലെ മുംബൈയിൽ ദ സെന്റ് റീജിസ് ഹോട്ടലിൽ നടന്ന വിവാഹത്തിൽ ICC ചെയർമാൻ ജയ് ഷാ, ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ, മുൻ ക്രിക്കറ്റ് താരങ്ങളായ രാഹുൽ ദ്രാവിഡ്, ഹർഭജൻ സിംഗ്, MS ധോണി, ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, വ്യവസായ പ്രമുഖനായ മുകേഷ് അംബാനി, നിത അംബാനി തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ വിജു ജേക്കബിന് SFBCK പുരസ്കാരം. സ്റ്റേറ്റ് ഫോറം ഓഫ് ബാങ്ക്സ് ക്ലബ്സ് കേരളയുടെ ബിസിനസ് മാൻ ഓഫ് ദ ഇയർ 2025 പുരസ്കാരത്തിന് സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ വിജു ജേക്കബ് അർഹനായി. 8-ന് 6:30 ഹോളിഡേ ഇന്നിൽ ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. ബിസിനസ് രംഗത്തെ 42 വർഷത്തെ സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് ഡോക്ടർ വിജു ജേക്കബിന് പുരസ്കാരം. കേരളത്തിലെ മികച്ച ബാങ്ക് ശാഖകൾക്കും ബാങ്കേഴ്സ് ക്ലബ്ബുകൾക്കുമുള്ള അവാർഡുകളും വിതരണം ചെയ്യും. കേരളം നെക്സ്റ്റ് കോൺക്ലേവ് നാളെ. കേരള ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന കേരളം നെക്സ്റ്റ് കോൺക്ലേവ് നാളെ വൈകിട്ട് 4:30 ജെയിൻ യൂണിവേഴ്സിറ്റി ഡിസൈൻ സ്കൂൾ ഹാളിൽ നടക്കും. സാമ്പത്തിക മേഖല, നിർമ്മിത ബുദ്ധി, സുസ്ഥിര വികസനം എന്നിവയാണ് കോൺക്ലേവ് ചർച്ച ചെയ്യുന്നത്. 2 പാനൽ ചർച്ചകൾ നടക്കും. നിലവിലെ സാമ്പത്തിക വെല്ലുവിളികൾ, സമ്പദ്ഘടനയ്ക്ക് പുനർജീവനം നൽകാനുള്ള തന്ത്രങ്ങൾ, സാമ്പത്തിക വളർച്ചയുടെ സാധ്യതകൾ എന്നിവയെക്കുറിച്ചാണ് ആദ്യ പാനൽ ചർച്ച. AI സാങ്കേതിക വിദ്യകൾ, ഉയർന്നുവരുന്ന സാധ്യതകൾ, ഘടനാപരമായ മാറ്റങ്ങൾ തുടങ്ങിയവ വിഷയങ്ങളാണ് രണ്ടാമത്തെ പാനൽ ചർച്ച ചെയ്യുക. സാങ്കേതിക വിദഗ്ധർ, സാമ്പത്തിക സുസ്ഥിര വികസന മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂൾ കുട്ടികളിലടക്കം വദനാർബുദം കൂടുന്നു. ഡെന്റൽ അസോസിയേഷൻ. സംസ്ഥാനത്ത് സ്കൂൾ കുട്ടികൾ, ദീർഘദൂര ലോറി ഡ്രൈവർമാർ, കുടിയേറ്റ തൊഴിലാളികൾ എന്നിവയിൽ വദനാർബുദം വർദ്ധിക്കുന്നതായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സംസ്ഥാന ഘടകം. വായിൽ ഭേദമാകാത്ത മുറിവുകൾ, ചുവപ്പോ വെള്ളയോ പാടുകൾ, അസാധാരണ വളർച്ചകൾ, വേദന, രക്തസ്രാവം, വായ് തുറക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ പരിശോധന നടത്തണം. വദനാർബുദത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ബോധവൽക്കരണം, ചികിത്സാ പദ്ധതി എന്നിവയ്ക്ക് അസോസിയേഷൻ
അസോസിയേഷൻ തുടക്കം കുറിക്കും. ഇതിനായി സംസ്ഥാനത്തെ ഏകദേശം 7,000 ഡെന്റൽ ക്ലിനിക്കുകൾ പ്രാഥമിക കണ്ടെത്തൽ കേന്ദ്രങ്ങളായി മാറ്റാൻ പരിശീലനം നൽകിയെന്ന് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ വിനീഷ്, സെക്രട്ടറി ഡോക്ടർ എസ് സൗമ്യ, ഡോക്ടർ രേഖ രാഗേഷ്, ഡോക്ടർ വാസുദേവൻ വിനയ് എന്നിവർ അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി സമീപത്തുള്ള ഡെന്റിസ്റ്റുകളെ കണ്ടെത്താൻ സഹായിക്കുന്ന ഐഡിയ സ്പർശ് വെബ്സൈറ്റ് ആരംഭിക്കും. അർബുദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്യും.